നമുക്ക് നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോൺ. എന്നാൽ രാത്രികാലങ്ങളിൽ അമിതമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഒരു തരം നീല വെളിച്ചം നിങ്ങളുടെ കണ്ണിലേക്ക് പതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് HEV അഥവാ ഹൈ എനർജി വിസിബിൾ ലൈറ്റ്. അപ്പോൾ ഈ നീല വെളിച്ചത്തിൻ്റെ പ്രശ്നം എന്തെന്നാൽ ഇത് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മെലാറ്റോണിൻ്റെ അളവ് ഗണ്യമായി കുറയ്ക്കുകയും നമുക്ക് ഉറക്കക്കുറവ്, തലവേദന, കണ്ണിന് ചുറ്റും വേദന ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള നീല വെളിച്ചം തടയാനുള്ള കണ്ണടയാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. പക്ഷേ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. കാരണം ഇത്തരത്തിലുള്ള നീല വെളിച്ചം നിയന്ത്രിക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിനകത്ത് തന്നെയുണ്ട്. ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാത്ത ഐ കംഫർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മുടെ ക്വിക്ക് സെറ്റിങ്സിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. ഇതിലൂടെ നമുക്ക് ഇത്തരത്തിലുള്ള നീല വെളിച്ചം പൂർണ്ണമായിട്ട് തടയാൻ സാധിക്കുന്നതാണ്. ചില ഫോണുകളിൽ ഇത് റീഡിംഗ് മോഡ് എന്നായിരിക്കും ഉണ്ടാകുക. അപ്പോൾ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത്, അതിലൂടെ നമുക്കുണ്ടാകുന്ന പ്രയോജനങ്ങളൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫോൺ കമ്പനികൾ മാറുന്നതിനനുസരിച്ച് ഞാൻ ഈ പറയുന്ന ഓപ്ഷനിൽ വ്യത്യാസമുണ്ടാവും. എങ്കിലും ഭൂരിഭാഗം മൊബൈൽ ഫോണുകളിലും ഈ ഓപ്ഷൻ വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ലഭിക്കുന്നില്ലെങ്കിൽ വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോയുടെ അവസാനം ഞാൻ മറ്റൊരു മാർഗ്ഗം പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ആദ്യം ഞാനിപ്പോൾ കാണിച്ചു തരാം. എൻ്റെ ക്വിക്ക് സെറ്റിങ്സിനകത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഐ കംഫർട്ട് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ ക്വിക്ക് സെറ്റിങ്സിനകത്ത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. നിങ്ങൾ മുഴുവനായിട്ട് നോക്കാം. എവിടെയും കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ക്വിക്ക് സെറ്റിങ്സിൽ ഐറ്റംസ് ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അത് ഓരോ ഫോണിലും ഓരോ രീതിയിലായിരിക്കും. ഇതിന് മുകളിലുള്ള ക്വിക്ക് സെറ്റിങ്സിലേക്ക് ആഡ് ചെയ്യേണ്ട ഓപ്ഷൻ താഴെയാണുള്ളത്. താഴെ ഓപ്ഷനിൽ നിന്ന് കണ്ടെടുത്തിട്ട് ഐ കംഫർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ മുകളിലേക്ക് കൊണ്ടിടാൻ സാധിക്കുന്നതാണ്. ഇനി മറ്റൊരു ഫോണിൽ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് വേറൊരു ഫോണാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ക്വിക്ക് സെറ്റിങ്സിനകത്ത് ഈ ഒരു ഓപ്ഷൻ ഇല്ല. ഈ ഓപ്ഷനിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് താഴെ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണുള്ളത്. ഇതുപോലെ ഫോൺ മോഡൽ മാറുന്നതിനനുസരിച്ച് ഓപ്ഷൻ ഉണ്ടാവും. എഡിറ്റ് ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇനി അഡീഷണൽ ആയിട്ട് ക്വിക്ക് സെറ്റിങ്സിലേക്ക് ആഡ് ചെയ്യേണ്ട ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാം ഇതിൽ റീഡിംഗ് മോഡ് എന്നാണ് ഉള്ളത്. ഇതുപോലെ ചില ഫോണിൽ പേരുകൾ വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. നിങ്ങൾക്കിത് ക്വിക്ക് സെറ്റിങ്സിനകത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാനായിട്ട് ജസ്റ്റ് നിങ്ങൾ രാത്രി കാലങ്ങളിൽ ആ ബട്ടൺ ഒന്ന് ഇതുപോലെ ഓൺ ചെയ്താൽ മതി. ഉടനെ നീല വെളിച്ചം മൊത്തമായിട്ട് അത് ബ്ലോക്ക് ചെയ്യുന്നതാണ്. ഇനി അത് തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഓഫ് ചെയ്യാനും പറ്റും. ഞാനിപ്പോൾ മാനുവൽ ആയിട്ടുള്ള ഓപ്ഷനാണ് കാണിച്ചു തന്നത്. ഇനി അഡീഷണൽ ആയിട്ട് കൂടുതൽ ഫീച്ചേഴ്സ് ലഭിക്കണമെങ്കിൽ അതേ ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ഫോണിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ചില ഫോണിൽ ഷെഡ്യൂൾ ചെയ്യേണ്ട ഓപ്ഷൻ മാത്രമേ ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ പോലെയുള്ള ഫോണുകളാണെങ്കിൽ നിങ്ങൾക്ക് ബെഡ് ടൈം മൂഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ ആദ്യത്തെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇതുകൊണ്ടുള്ള പ്രയോജനം, ഇത് നമ്മൾ ഓൺ ചെയ്തിടുകയാണെങ്കിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് നീല വെളിച്ചം തടഞ്ഞിട്ട് യെല്ലോ കളറിലേക്ക് മാറുന്നതാണ്. അതിലൂടെ നീല വെളിച്ചത്തിൻ്റെ പ്രശ്നം നമുക്ക് തടയാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൽ തന്നെ ഐ കംഫർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് എല്ലാ ഫോണിലും കിട്ടില്ല കേട്ടോ. ഈ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ബട്ടനാണ് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഫീച്ചറിലൂടെ നമ്മുടെ മുമ്പിലത്തെ ക്യാമറയിലൂടെ നമ്മുടെ കണ്ണുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, കണ്ണിൽ നിന്ന് വെള്ളം ചാടുന്നുണ്ട്, കണ്ണിന് പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ഫോൺ തന്നെ ഓട്ടോമാറ്റിക്കലി ഇത്തരത്തിലുള്ള നീല വെളിച്ചം തടയാൻ സഹായിക്കുന്ന ഒരു ഓപ്ഷനാണ്. ഇത് എല്ലാ ഫോണിലും ഇല്ല. ഇനി എല്ലാ ഫോണിലും വരുന്ന ഓപ്ഷനാണ് ഈ ഷെഡ്യൂൾഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സമയം മുതൽ ഏത് സമയം വരെയാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ നീല വെളിച്ചം തടയേണ്ടതെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഏറ്റവും നല്ലത് നിങ്ങൾ കിടക്കാൻ പോകുന്ന സമയമുണ്ടല്ലോ അത് സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ 10 മണി മുതൽ പുലർച്ചെ 7 മണി വരെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് സമയം മുതൽ ഏത് സമയം വരെ വേണമെന്ന് വെച്ചാൽ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് മുഴുവൻ സമയവും ഉപയോഗിച്ചൂടെ എന്ന് ചിന്തിക്കുന്ന ചിലരുണ്ടാവും. അപ്പോൾ നമുക്കുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന കളറായിരിക്കില്ല സ്ക്രീനിൽ കാണിക്കുന്നത്, ഒരു തരം മഞ്ഞ നിറമായിരിക്കും. പക്ഷേ അത് നമ്മുടെ കണ്ണിന് ഏറ്റവും സുരക്ഷിതമാണ്. നിങ്ങൾക്ക് മുഴുവൻ സമയവും ഇത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഇനി ഈ ഒരു ഓപ്ഷൻ ഫോണിൽ കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഐ കംഫർട്ട് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിരവധി ആപ്ലിക്കേഷൻ കിട്ടും. അതിൽ നിങ്ങൾ റേറ്റിങ്ങും സ്റ്റാറും ഒക്കെ നോക്കിയിട്ട് നല്ല ആപ്ലിക്കേഷൻ ഏതാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.